സ്വതന്ത്ര പലസ്തീൻ ഒരിക്കലും യാഥാർത്ഥ്യമാകില്ല. പലസ്തീൻ എന്ന രാജ്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കും. ഇസ്രായേലിനെതിരെ ആര് നിലകൊണ്ടാലും പതറില്ലെന്നും ഒരടി പോലും പിന്നോട്ടില്ലെന്നും വീരവാദം മുഴക്കുന്ന നെതന്യാഹുവിനെ ലോകം കണ്ടിട്ടുള്ളതാണ്. ലോകം മുഴുവൻ എതിർക്കുമ്പോഴും ദയാരഹിതനായി പലസ്തീൻ ജനതയെ വേട്ടയാടുന്ന നെതന്യാഹു ഒരു ഭീരുവാണെന്ന് കൂടിയാണ് കഴിഞ്ഞ ദിവസം തെളിഞ്ഞിരിക്കുന്നത്. ഗാസയിൽ കാണിക്കുന്ന അതിക്രമങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുമെന്ന് നെതന്യാഹു ഭയപ്പെടുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ഒരു കാലത്ത് ഇസ്രായേലിനെ അകമഴിഞ്ഞ് പിന്തുണച്ചിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളെയാണ് നെതന്യാഹു ഇപ്പോൾ ഭയക്കുന്നതെന്നാണ് ശ്രദ്ധേയം. UN ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ ന്യൂയോർക്കിലേക്ക് പറന്ന നെതന്യാഹു യൂറോപ്പിനെ ഭയന്ന് ഒരു അസാധാരണ പാതയാണ് യാത്രയ്ക്കായി തിരഞ്ഞെടുത്തതെന്നാണ് റിപ്പോർട്ടുകളും. ഇറ്റലിയും ഗ്രീസും ഒഴികെയുള്ള എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളുടെയും വ്യോമാതിർത്തികൾ ഒഴിവാക്കി ന്യൂയോർക്കിലേക്കുള്ള യാത്രയിൽ ഏതാണ്ട് 100 കണക്കിന് കിലോമീറ്റർ നെതന്യാഹു കൂടുതലായി പറന്നു. എന്തിനായിരുന്നു നെതന്യാഹു ഒരു ഭീരുവിനെ പോലെ ഇങ്ങനെ സഞ്ചരിച്ചത് എന്നറിയണ്ടേ? ഇസ്രായേൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള വിംഗ് ഓഫ് സിയോൺ എന്ന് വിളിക്കപ്പെടുന്ന ബോയിംഗ് 767-ലാണ് ന്യൂയോർക്കിൽ നടക്കുന്ന UN പൊതുസഭയിൽ പങ്കെടുക്കാൻ നെതന്യാഹു പറഞ്ഞത്. ഈ യാത്ര ജിബ്രാൾട്ടർ കടലിടുക്ക് വഴി കൂടുതൽ ദൈർഘ്യമേറിയ തെക്കൻ പാതയിലൂടെ ആയിരുന്നു എന്നതാണ് ഫ്ലൈറ്റ് ട്രാക്കിൽ ദൃശ്യമായത്. നേർപാതയിലൂടെ പോകാതെ വളഞ്ഞ വഴി നെതന്യാഹു തിരഞ്ഞെടുത്തതിന് പിന്നിലെ കാരണം പ്രത്യക്ഷത്തിൽ വ്യക്തമല്ലെങ്കിലും ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ അറസ്റ്റ് ഭയന്നാണ് ഈ നീക്കമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ യുദ്ധകുറ്റകൃത്യങ്ങളുടെ പേരിൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വാറണ്ട് നിലനിൽക്കുന്നുണ്ട്. ഫ്രാൻസ്, സ്പെയിൻ, പോർച്ചുഗൽ, അയർലൻഡ്, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ ICC നിയമത്തിൽ ഒപ്പുവെച്ചിട്ടുള്ളവയാണ്. വേണമെങ്കിൽ ഈ രാജ്യങ്ങൾക്ക് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാം. അതിനാൽ തന്നെ ഈ രാജ്യങ്ങളുടെ വ്യോമമേഖലയിൽ പ്രവേശിക്കുന്നത് അത്ര പന്തിയല്ലെന്നും വിംഗ് ഓഫ് സിയോണിനെ ഉന്നം വെച്ച് തന്നെ കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്യാൻ ഈ രാജ്യങ്ങൾ ശ്രമിക്കുമോ എന്നെല്ലാമുള്ള ഭയമാണ് വളഞ്ഞു മൂക്കുപിടിക്കാൻ നെതന്യാഹുവിനെ പ്രേരിപ്പിച്ചത് എന്നാണ് വിലയിരുത്തൽ. ഇസ്രായേലിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പറക്കാൻ ഈ രാജ്യങ്ങളിലൂടെ പോകുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള റൂട്ട്. സാധാരണയായി US-ലേക്ക് പോകുന്ന ഇസ്രായേലി വിമാനങ്ങൾ മധ്യ യൂറോപ്പിന് മുകളിലൂടെയുള്ള നേർപാതയിലൂടെ സഞ്ചരിക്കാറുമുണ്ട്. ഇതാദ്യമായാണ് ഏകദേശം 600 കിലോമീറ്ററോളം ദൈർഘ്യം വർദ്ധിപ്പിച്ചുള്ള നെതന്യാഹുവിന്റെ അമേരിക്കൻ യാത്ര. യൂറോപ്പിൽ അടിയന്തര ലാൻഡിംഗ് ഒഴിവാക്കുക എന്നതാണ് നെതന്യാഹുവിന്റെ ലക്ഷ്യവും. ICC വാറണ്ട് നിലനിൽക്കുന്നതിനാൽ ICC അംഗങ്ങളായ പല രാജ്യങ്ങളും അവരുടെ മണ്ണിൽ നെതന്യാഹു കാല് കുത്തിയാൽ ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഇതാകാം നെതന്യാഹുവിനെ ഇത്തരമൊരു നീക്കം നടത്താൻ പ്രേരിപ്പിച്ചത്. പക്ഷേ അതേസമയം തന്റെ യാത്രയ്ക്ക് മുന്നോടിയായി ഫ്രഞ്ച് വ്യോമാതിർത്തിയിലൂടെ വിമാനം പറത്താൻ ഇസ്രായേൽ അനുമതി ചോദിച്ചിരുന്നുവെന്ന് ഒരു ഫ്രഞ്ച് നയതന്ത്ര ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രഞ്ച് സർക്കാർ അനുമതി നൽകിയെങ്കിലും മറ്റെന്തോ മനസ്സിൽ കണ്ട് നെതന്യാഹു ആ പാത ഒഴിവാക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഗാസയിലെ യുദ്ധം നിർത്താൻ ഇസ്രായേലിന് മേലുണ്ടായ ഫ്രാൻസ് സമ്മർദ്ദത്തിന് ശേഷം ഇസ്രായേലും ഫ്രാൻസും അത്ര സ്വരച്ചേർച്ചയിലല്ല. പലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന തീരുമാനം കൂടി ഫ്രാൻസ് എടുത്തതോടെ ബന്ധം വഷളമായി എന്ന് വേണം കരുതാൻ. മുമ്പും ഇതുപോലെ റൂട്ട് മാറി നെതന്യാഹു സഞ്ചരിച്ചിട്ടുണ്ട്. തുർക്കിയിലൂടെയുള്ള യാത്ര ഒഴിവാക്കാൻ അസർബൈജാനിലേക്കുള്ള യാത്ര അദ്ദേഹം മുമ്പ് റദ്ദാക്കിയിരുന്നു. നെതന്യാഹുവിന്റെ വിംഗ് ഓഫ് സിയോൺ തങ്ങളുടെ വ്യോമാതിർത്തിയിലൂടെ കടന്നുപോകാൻ സമ്മതിക്കാത്ത രാജ്യമാണ് തുർക്കി. ഹമാസിനെ പിന്തുണയ്ക്കുകയും ഇസ്രായേലിനെ ശക്തമായി വിമർശിക്കുകയും ചെയ്യുന്ന തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗാനെ ഭയന്നായിരുന്നു അന്ന് നെതന്യാഹു യാത്ര ഒഴിവാക്കാനുള്ള തീരുമാനമെടുത്തത്. നിലവിൽ ഗാസയിൽ ഹമാസുമായുള്ള ഇസ്രായേൽ യുദ്ധത്തിൽ നടത്തിയ കുറ്റകൃത്യങ്ങൾക്ക് നെതന്യാഹുവിനും ഇസ്രായേൽ മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ ICC കുറ്റം ചുമത്തിയിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 നടത്തിയ ആക്രമണങ്ങളുടെ പേരിൽ നിരവധി ഹമാസ് നേതാക്കൾക്കും ICC വാറണ്ട് ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ പല നേതാക്കളെയും അടുത്തിടെയുണ്ടായ ആക്രമണങ്ങളിലൂടെ ഇസ്രായേൽ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. നിലവിലെ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇസ്രായേലിനോടും നെതന്യാഹുവിനോടുമുള്ള സമീപനം മുമ്പത്തേക്കാൾ വഷളാവുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാൻ ചില യൂറോപ്യൻ രാജ്യങ്ങൾ തീരുമാനിച്ചതോടെ പഴയ പിന്തുണക്കാരോട് കടുത്ത അതൃപ്തിയിലാണ് നെതന്യാഹുവും. അതിനാൽ നെതന്യാഹുവിന്റെ അടുത്ത നീക്കം എന്താകുമെന്നറിയാൻ കാത്തിരിക്കുകയാണ് യൂറോപ്പ്.